ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി കൂട്ടായ്മ മധ്യേയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ തുടർച്ചയായി റോമാലേഖന പഠനത്തിലാണല്ലോ തുടർച്ചയായി പഠിച്ച് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇന്ന് കൂട്ടായ്മയിലില്ല, പുതുതായിട്ട് വന്നവരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ ആമുഖം 17 വാക്യങ്ങൾ നാം പഠിച്ച് തുടർന്ന് 18 മുതലുള്ള വാക്യങ്ങൾ 1-18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ തുടങ്ങി എന്തുകൊണ്ട് സുവിശേഷം നമുക്ക് അത്യാവശ്യമായിരിക്കുന്നു എന്ന് അപ്പസ്തോലൻ തെളിയിക്കുകയും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, എത്നിസിറ്റി, കളർ, കൺട്രി, പ്ലേസ്, ഏവർക്കും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവർക്കും പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചവർക്കും ഇതര സമുദായത്തിൽ ജനിച്ചവർക്കും മറ്റ് മതങ്ങളിൽ ജനിച്ചവർക്കും ഏതൊരു വ്യക്തിക്കും രക്ഷിക്കപ്പെട്ട മാതാപിതാക്കന്മാരുടെ തലമുറകൾക്കും അവരുടെ മക്കളായി ജനിച്ചവർക്കും ഏതൊരു വ്യക്തിക്കും സുവിശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സുവിശേഷത്തിലൂടെ അല്ലാതെ, ഹല്ലേലൂയ, ഗോസ്പലിലൂടെ അല്ലാതെ, ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് സുവിശേഷം നമുക്ക് ഇത്ര ആവശ്യമായിരിക്കുന്നു എന്ന് ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് നമുക്ക് തെളിയിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 വിഭാഗത്തിലുള്ള ജനത്തെ എടുത്ത് അവരോടുള്ള ബന്ധത്തിൽ എങ്ങനെ സുവിശേഷം, why gospel is an inevitable thing in everybody's life, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ. ആദ്യത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ അധാർമികരായ ദുഷ്ടരായ ജനങ്ങൾ അവരോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് അവർക്ക് സുവിശേഷം ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 16 വാക്യങ്ങളിൽ ധാർമ്മികരായിട്ടുള്ള, നല്ല ധാർമ്മിക ബോധമുള്ള, നല്ല ചിന്താഗതിയുള്ള, നല്ലവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സാധാരണ ജനങ്ങൾ, നന്നായിട്ട് ജീവിക്കുന്ന, സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുന്നവർ, നല്ല തീരുമാനങ്ങളിലൂടെ എടുത്തു ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും സുവിശേഷം എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്ന് അപ്പസ്തോലൻ പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ 3ആയിട്ട് വിഭജിച്ചിട്ടാണ് അത് ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു. ന്യായവിധി എന്നുള്ളത് ആർക്കും തെറ്റി ഒഴിയുവാൻ കഴിയുന്നതല്ല. നിങ്ങൾ എത്ര നല്ലവരായിക്കോട്ടെ, ന്യായവിധിയിലൂടെ കടന്നു പോകും ക്രിസ്തുവിൽ നാം ജനിച്ചില്ല എങ്കിൽ. അതുകൊണ്ടാണ് ഗോസ്പൽ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ സോക്കോൾഡ് ക്രിസ്ത്യൻ ചർച്ചസുകളിൽ അല്ലെങ്കിൽ സോക്കോൾഡ് നാമധേയ സമൂഹങ്ങളിൽ ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എത്രത്തോളം ആവശ്യമാണ് നമുക്കിത്. ന്യായവിധിയിൽ നിന്ന് ഒരു വ്യക്തിയും തെറ്റി ഒഴിയുകയില്ല. രണ്ടാമത് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ള ന്യായവിധിയാണ്. ഇറ്റ്സ് എ റൈച്ചസ് ജഡ്ജ്മെന്റ്. നീതിയുള്ള ന്യായവിധിയാണ്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ
അത് ഇംപാർഷ്യലാ, ന്യായവിധി ഇംപാർഷ്യലാ എന്നാ ദൈവം, എന്നാണ് അപ്പോസ്തലൻ നമുക്ക് ആ ഭാഗത്തൂടെ വെളിപ്പെടുത്തി തരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ നാല് വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു. അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ കുറ്റം, അന്യനെ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. നമ്മൾ ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. വളരെ ധാർമ്മിക ബോധമുള്ള, വളരെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന, എന്റെ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്ന അവരാണല്ലോ മോറലി ഗുഡ് പീപ്പിൾ. അവരെ നോക്കിയിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പോൾ പറയുകയാ, നീ നിന്നെ തന്നെയാ വിധിക്കുന്നത്. എന്തുകൊണ്ടാ? നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അവരെ വിധിക്കുന്ന കുറ്റം നീ നിന്റെ രഹസ്യമായ ജീവിതത്തിൽ ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അവനെ നീ വെളിച്ചത്ത് വിധിക്കുകയും ഇരുട്ടത്ത് നീ അത് ചെയ്യുകയും ചെയ്യുകയാണ്. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാ, അവനെ വിധിക്കുമ്പോൾ അത് തെറ്റാണെന്നുള്ള അറിവ് നിനക്കുണ്ടല്ലോ. ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഞാനത് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. എത്ര പാപം ചെയ്തിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. ഞാന് ഒതുക്കത്തിൽ മറ്റുള്ളവർ കാണാതെ എൻ്റെ പേഴ്സണൽ ലൈഫില്, രഹസ്യ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ട്രാൻസ്ഗ്രഷൻസ്, ലംഘനങ്ങൾ, ഞാനതൊക്കെ ചെയ്തിട്ടും അതിൽ ജീവിച്ചിട്ടും എനിക്കൊരു പ്രശ്നവും പറ്റിയില്ലല്ലോ എന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ. കാരണം ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ ജോലിക്കൊന്നും ഒരു പ്രശ്നവും പറ്റിയില്ല. ഞാനിത് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, എൻ്റെ ജോലിക്കൊന്നും ഒരു പ്രശ്നം പറ്റിയില്ല, കുടുംബത്തിൽ അസമാധാനം ഉണ്ടായെന്നില്ല, മക്കൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല, സാമ്പത്തികമായിട്ട് ഞാൻ ഇപ്പോഴും ഭദ്രതയിൽ പോകുന്നു. കാരണം ഞാൻ എൻ്റെ പേരൻസിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് ആൻസർ ഇതാ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലല്ലോ, വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്. ഞങ്ങളുടെ മക്കളൊക്കെ നല്ല സ്ഥിതിയിലാ, ഞങ്ങളുടെ മക്കളൊക്കെ നല്ല സ്ഥിതിയിലാ, അവരൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയി ജോലിയാ, അവരൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം എന്താ? ഹല്ലേലൂയ. അവര് പറയുന്നത് ഞങ്ങൾ ഓക്കെയാന്നാ. എനിക്ക് വചനം പറയുന്നതല്ല, അങ്ങനെയല്ല. ക്രിസ്തുയേശുവിലൂടെ അല്ലാതെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് കാര്യസ്ഥനായിട്ട് പക്ഷവാദം പറയുന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ആ കർത്തന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടാതെ ഒരു വ്യക്തിയും, ആ രക്തത്താൽ കഴുകാത്തവർ ആരും നിത്യനിർവൃതിയിൽ എത്തത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ ചലേക ആറ്റിറ്റ്യൂഡ് നടക്കത്തില്ല. കാരണം ഇത് ഒരു ദിവസം നമുക്ക് ഈ അതിനുള്ള കാരണം അപ്പോസ്തലൻ പറയുന്നത് അത് 4-ാം വാക്യത്തിലാ. നിങ്ങൾ ആ വചനപുസ്തകം എടുത്ത് 4-ാം വാക്യത്തിൽ പറയുക, അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്താതെ, 3-ാം വാക്യത്തിൽ പറയുക, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ? ഇതൊക്കെ ചെയ്തിട്ടും എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരുന്നില്ല എങ്കിൽ ഹീ തിങ്സ്, അവൻ ചിന്തിക്കുന്നത് ഞാൻ ഓക്കെയാണ്, എന്നെ ദൈവം അപ്രൂവ് ചെയ്തു, ഞാൻ രക്ഷപ്പെട്ടു,
എന്നാ വിചാരിച്ചിരിക്കുന്നെങ്കിൽ തെറ്റി എന്ന് അപ്പോസ്തലൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചായിരിക്കുന്നെങ്കിൽ തെറ്റി. അങ്ങനെയല്ല, തെറ്റി ഒഴിയത്തില്ലെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 1-ാം അധ്യായത്തിൽ കണ്ട വ്യക്തികളെക്കാളും അല്പം കൂടെ നമുക്ക് മാച്ചിങ് ഈ ഭാഗത്ത് പറയുന്നവരാ. ഇതാ നമ്മളുമായിട്ട് അല്പം കൂടെ. കാരണം നമ്മൾ അത്രയും അവരെ പോലെ അമ്മയപ്പന്മാരെ സ്നേഹിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും കള്ളക്കാരും അല്ല കള്ളന്മാരും ഒന്നുമല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നാം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതിരുന്നാൽ ഇറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ്. കുറെ നാളൊക്കെ ഇങ്ങനെ അങ്ങ് പോകും, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യില്ല. ഒരുപക്ഷെ ഈ ലോകത്തിലെ ജീവിതത്തിലും ഒന്നും പറ്റിയില്ലെന്ന് വരാം. പക്ഷേ പതിരും നെല്ലും വേർതിരിക്കുന്ന സമയമുണ്ട്. അവിടെ പിടിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്നൊരു ശരാശരി വിശ്വാസിയുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? കർത്താവേ, ഞാൻ പാപം വല്ലോം ചെയ്തിട്ടുണ്ടേ ക്ഷമിച്ചേക്കണേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയും പ്രാർത്ഥന എന്താണെന്നറിയോ? എന്റെ നോട്ടത്തിൽ പാപമൊന്നുമില്ല, നിന്റെ നോട്ടത്തിൽ പാപം വല്ലതും ഉണ്ടേ ക്ഷമിച്ചേക്കണേ. കർത്താവേ, ഞാൻ വല്ലതും പാപവും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അതല്ല പ്രമാണം. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, പാപക്ഷമയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം എന്താ? എനിക്ക് കർത്താവേ പാപം വല്ലതും ഉണ്ടേ എന്നോട് ക്ഷമിച്ചേക്കണമെന്നാണോ? എന്താ പ്രമാണം? ഒന്നുകിൽ ഐ ഹാവിന്റ് സിൻഡ്, ഞാൻ പാപം ചെയ്തിട്ടില്ല. അപ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം ഇരിക്കുക, നീ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ നീ കള്ളനാവുന്നു. യു ആർ ലൈങ്. അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു, ഐ ഹാവ് സിൻഡ്. ഞാൻ പാപം ചെയ്തു എങ്കിൽ പാപം ചെയ്യരുത്. പക്ഷെ നമ്മൾ ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം, ഈ ദുഷ്ടലോകത്തായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ലംഘനം, ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ, എന്റെ പ്രിയരെ, അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ വളരെ ശക്തമായി പറയുക, കുഞ്ഞുങ്ങളെ ഭയപ്പെടേണ്ട, നീതിമാനും നിർദോഷവും നീതിമാനുമായ നമുക്കൊരു കാര്യസ്ഥൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്ത് നിൽപ്പുണ്ട്. അവന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ നിന്റെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ ശക്തമായെന്നും. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഹല്ലേലൂയ. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താ? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയണം. ഞാൻ പാപം വല്ലതും ചെയ്തിട്ടുണ്ട്, കർത്താവെ ക്ഷമിച്ചേക്കണേ എന്നല്ല, എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പാപം നാം കൺഫ്യസ്. അതല്ലേ ദാവീദ്, നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ എന്താ വായിച്ചത്? ദാവീദ് രാജാവ് പറയുന്നത് എന്താ? ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, അപ്പോൾ നീ എന്റെ ലംഘനത്തിന്റെ കുറ്റം ക്ഷമിച്ചു. ഇതാ പ്രമാണം. അല്ലാണ്ട് എന്റെ പാപം വല്ലോണ്ട കർത്താവ് ക്ഷമിച്ചേക്കണമെന്നല്ല. എന്റെ പാപം, ഞാൻ ഇന്ന കുറ്റം ചെയ്തു. ഹല്ലേലൂയ. നമ്മളൊരു വക്കീലിനെടുക്കൽ, കാര്യസ്ഥൻ അല്ലെങ്കിൽ വക്കീൽ എന്നാണ് ആ വാക്യത്തിന്റെ ഇംഗ്ലീഷ്, ആഡ്വക്കേറ്റിന്റെ അടുക്ക പോയിട്ട് നമ്മളൊരു കുറ്റം ചെയ്താല് ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? കൃത്യമായ കാര്യം കൃത്യതയോടെ പറയണം. ഞാൻ ഇന്ന കമ്പനിയുമായിട്ടുള്ള എന്റെ ഡീലിൽ ഞാൻ ചെറിയൊരു തിരിമറി കാണിച്ചു, എനിക്ക് തെറ്റിപ്പോയി. ഇന്ന കമ്പനി, വ്യക്തിയുടെ, ഞാൻ വേറൊരാളോട് കൺഫ്യസ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. നമ്മുടെ പേഴ്സണൽ റൂമിൽ ഇരുന്നിട്ട്, എന്റെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇന്ന തെറ്റെന്റെ ജീവിതത്തിൽ ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ. ഇതാ പാപക്ഷമം. ഇങ്ങനെയാ പാപം ഏറ്റു പറയുക എന്ന് വെച്ചാൽ.
അല്ലെങ്കിൽ കർത്താവെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എന്നോട് പുറത്തേക്കണമെന്നല്ല. എനിക്ക് ഇന്ന് ഈ ഒരു ബ്രദറുമായിട്ട്, ലിജോ ബ്രദറുമായിട്ട് എനിക്കൊരു കാര്യത്തിൽ ആ കൃത്യമായ കാര്യം കർത്താവിന്റെ മുൻപിൽ ഏറ്റു പറഞ്ഞ് നാം ക്ഷമ പ്രാപിക്കണം. എന്തുകൊണ്ടാ ഇന്ന് പലരും ജനിച്ച അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാ ഇന്ന് ആത്മീയമായിട്ട് പലർക്കും വളരാൻ പറ്റാത്തത്? എത്രയോ പേരാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജനിച്ച അവസ്ഥയിൽ തന്നെ ഇരിക്കുക. കാര്യം അവരുടെ പാപത്തെ അവർ വിട്ടു പറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തോട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുമ്പോൾ we need to confess, yes, കർത്താവേ ഞാൻ പാപം ചെയ്തു, എന്റെ ഈ പാപം, എന്റെ ഈ ലംഘനം നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളങ്ങളിൽ നിന്ന്. വെറുതെ ഇപ്പം ആ ബ്രദർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നാ ഇന്ന് പോയി പറഞ്ഞേക്കാന്നല്ല. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ്. നിന്റെ ആഗ്രഹം എന്താ? അത് ഉള്ളങ്ങളിൽ നിന്നുള്ള ആഗ്രഹമാണെങ്കിൽ അതിൽ നീ തുടരാൻ ആഗ്രഹിക്കുകയില്ല. ചിലപ്പോ കുറെ കഴിഞ്ഞ് പിന്നെയും വീണേക്കാം. അതുകൊണ്ടാണ് ഇതിനെ കമ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരു പന്നി ചെളിയിൽ വീണാലും ഒരു ആട്ടിൻകുട്ടി ചെളിയിൽ വീണാലുമുള്ള ആ ഒരു ഉപമ, അതിനോട് ഉപമിച്ചാല് ഹല്ലേലൂയ, നമ്മൾ വീണ്ടും ചെളിയിൽ വീഴാം. പക്ഷെ അവിടുന്ന് എഴുന്നേൽപ്പാൻ ആഗ്രഹമുണ്ടോ? ആ ചെളിയെല്ലാം തൂത്ത് കളഞ്ഞ് ഹല്ലേലൂയ കഴുകി വെടിപ്പാക്കാനായിട്ട്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം അന്ത്യാത്താഴ സമയത്ത് കർത്താവ് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഹല്ലേലൂയ, അവരുടെ പാദങ്ങളാ കഴുകിയത്. അപ്പൊ പത്രോസ് പറയുന്നത് പാദം മാത്രമല്ല, എനിക്ക് നിന്നോടുകൂടെ പന്തിയിൽ ബന്ധമില്ലെങ്കിൽ നിന്റെ പാദം മാത്രമല്ല എന്റെ ശരീരം മുഴുവനും. അപ്പൊ കുളിച്ചവന് പിന്നെ പാദം എന്താ അതിന്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ടവന്റെ നടപ്പിൽ അഴുക്കുകൾ പറ്റാം. ഹല്ലേലൂയ. നമ്മുടെ നടപ്പിൽ, നമ്മുടെ ഈ മോക്ഷയാത്രയിൽ, നമ്മുടെ കർത്താവിനോടൊന്നിച്ചുള്ള ഈ യാത്രയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് അഴുക്കുകൾ വന്നു പറ്റാം. പക്ഷെ നാം കഴുകി വെടിപ്പുള്ളവർ, ശുദ്ധിയുള്ളവർ ആകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പസ്തോലൻ പറയുക 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, നിന്റെ ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? കർത്താവ് നിന്നോട് ദയ കാണിക്കുന്നതിനെ നീ ലൈസൻസ് ആയിട്ട് എടുക്കരുതേ. ഇതാ കർത്താവ് പറയുന്നത്. എനിക്കിപ്പോ ഒന്നും പറ്റിയില്ല, അതുകൊണ്ട് ലെറ്റ് മീ കണ്ടിന്യൂ. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. അതൊരു ലൈസൻസ് ആവരുത്. എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് അപ്പോൾ തന്നെ അതിനെ എനിക്ക് ശിക്ഷ ലഭിച്ചില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ചലേക. അത് ലൈസൻസ് ആവരുത്. ഹല്ലേലൂയ, അതാ അവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരുപക്ഷെ ഈ തെറ്റിൽ നമ്മൾ ആ തെറ്റിൽ തുടർന്നുകൊണ്ടിരുന്നാലും നമുക്കൊന്നും പറ്റുന്നില്ലായിരിക്കാം. അതൊരു ലൈസൻസ് ആവരുതേ. അങ്ങനെ തുടർന്നാൽ എന്തു പറ്റുമെന്നാണ് 5-ാം വാക്യം പറയുന്നത്. കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു. യു ആർ അക്യുമുലേറ്റിംഗ്. നീ ശേഖരിക്കുകയാ. അപ്പോസ്തലൻ പറഞ്ഞു, നമ്മളെ റിമൈൻഡ് ചെയ്യുകയാ. നീ പാപം ചെയ്തിട്ടും, നീ അന്യനെ വിധിച്ചിട്ടും, നീ സമൂഹത്തിൽ നല്ലവനാണെങ്കിലും നിന്റെ പേഴ്സണൽ ലൈഫില്, നിന്റെ പ്രൈവറ്റ് ലൈഫില് ദൈവവുമായിട്ട് നീ നിരപ്പ് പ്രാപിക്കാതെ പാപത്തിലാ ജീവിക്കുന്നെങ്കിൽ, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിച്ചില്ല എങ്കിൽ ഇതൊരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. എന്തുകൊണ്ട്? നീ നിനക്ക് തന്നെ ദൈവത്തിന്റെ കോപം ശേഖരിച്ചു വെക്കുകയാ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ദൈവം സ്നേഹനിധിയും കരുണയും മഹാദയവുള്ളവനായതുകൊണ്ട്
ആ അനുഗ്രഹത്തിന്റെ ഒഴുക്കിനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ദൈവം എന്റെ ജീവിതത്തിൽ തീർച്ചയായും പിന്നെയും എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് തന്നെ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചേക്കല്ലേ ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി അറിയാം എവിടെയാ എന്റെ പ്രശ്നം എന്നുള്ളത്. അതിനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചോളൂ. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് വെച്ചിരിക്കുന്ന പ്രമാണം 1 യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാൻ, ഫസ്റ്റ് ജോൺ 1-ാം അധ്യായം അതിന്റെ 7 മുതൽ വായിച്ചോളൂ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര കൃത്യമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് വെച്ചിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോട് പാപക്ഷമയോടുള്ള ബന്ധത്തിൽ എത്ര കൃത്യമായ പ്രമാണമാണ്. ഇത് ജീവിതത്തിൽ നാം നടത്താതെ നമ്മുടെ തെറ്റുകളിൽ നാം തുടർന്നാൽ, ഹല്ലേലൂയ, എന്റെ പ്രിയരെ, അപ്പോസ്തലൻ താഴോട്ട് പറയുക, നിനക്ക് തെറ്റിപ്പോയി, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുകയാ. ഹല്ലേലൂയ. ആദ്യത്തെ 4 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുക, ആരും തെറ്റി ഒഴിയത്തില്ല കേട്ടോ. ഈ ന്യായവിധിയിൽ നിന്ന് ആരും തെറ്റി വീഴിയത്തില്ല. നീ ക്രിസ്തുവിലായില്ലെങ്കിൽ നീ ഏത് ഭവനത്തിൽ, ഏത് കുടുംബത്തിൽ, ഏത് കുലത്തിൽ, ഏത് വർഗത്തിൽ, ഏത് ഗോത്രത്തിൽ, ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത് ജനിച്ചവനാണെങ്കിലും ന്യായവിധിയിലൂടെ കടന്നു പോകും. ഇതാ വചനം പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇത് ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇതിങ്ങനെയല്ല എങ്കിൽ, ഇതല്ല ഇവിടെ അർത്ഥമാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ക്ലാരിഫൈ ചെയ്യാവുന്ന. ഹല്ലേലൂയ. എന്നിട്ട് അപ്പോസ്തലൻ പറയുക, അങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധി, അതല്ലേ 2-ാം ഭാഗം 5 മുതൽ 12 വരെ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ വിധി റൈച്ചസ് ജഡ്ജ്മെന്റ്. ദൈവത്തിന്റെ നീതിയുള്ള വിധി എങ്ങനെ ദൈവം നടത്തും എന്നാണ് തുടർന്നുള്ള 5 മുതൽ ഉള്ള വാക്യങ്ങളിൽ ദൈവം അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. 6-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. അല്പം ഒന്ന് വിശദമാക്കേണ്ട ഒരു വാക്യമാണ്. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. അത് സങ്കീർത്തനം 62:12 ഒരു കോട്ടാണ്. നിങ്ങൾ സങ്കീർത്തനം 62-ാം സങ്കീർത്തനം 12-ാം വാക്യം നോക്കിക്കേ. ഹല്ലേലൂയ. അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. ഈ വാക്യം ഒരല്പം ഒന്ന് ചിന്തിച്ചിട്ട്, ഈ വാക്യം നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ തോന്നും രക്ഷ പ്രവർത്തിയാലാണ്. അല്ല, അങ്ങനെയല്ല. നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്ന, അവൻ ഓരോരുത്തന്
അവനവന്റെ പ്രവർത്തിക്കു തക്ക പകരം ചെയ്യും. ഒറ്റ വാക്യത്തിൽ ഒറ്റയടിക്ക് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും രക്ഷ പ്രവർത്തിയാലാണ്. പക്ഷെ ഇവിടെ അപ്പസ്തോലൻ രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്, ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല, ന്യായവിധിയെ കുറിച്ചാണ്. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളത് ഒരു പബ്ലിക് അഫെയറാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കാണിക്കെ. ഹല്ലേലൂയ. അപ്പോ ഈ ദൈവത്തിന്റെ ന്യായവിധി ഒരു പബ്ലിക് അഫെയർ ആയതുകൊണ്ട്, ഒരു പബ്ലിക് ആയിട്ടുള്ള അഫെയർ ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചാണ് പകരം നൽകുന്നത്. അപ്പൊ ഈ പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഒന്നോ രണ്ടോ കാര്യങ്ങളെ കുറിച്ചാണോ അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്? നാം എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഒന്നോ രണ്ടോ കാര്യങ്ങൾ. ഇവിടെ പ്രവൃത്തി ഞാനിത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. എന്താ പ്രവൃത്തി? എന്റെ ജീവിതം മൊത്തമായിട്ട് ഏത് ദിശയിലേക്ക് പോകുന്നു എന്നതാ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾ അല്പം ശ്രദ്ധിച്ചിരിക്കണേ. പ്രവൃത്തി എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഒന്നോ രണ്ടോ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ല. എന്റെ ജീവിതം മുഴുവനും എങ്ങോട്ടാ പോകുന്നത്, ഏത് ദിശയിലേക്കാ പോകുന്നത്, ഏത് ലക്ഷ്യത്തിലേക്കാ ഞാൻ പോകുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിൽ എനിക്ക് വീഴ്ചകൾ വരാം, എനിക്ക് തെറ്റുകൾ പറ്റാം, ഞാൻ ചിലപ്പോൾ വീണെന്ന് വരാം. പക്ഷേ എന്റെ ജീവിതം ഞാൻ മൊത്തമായിട്ട് എടുക്കുമ്പോൾ എങ്ങോട്ടാ ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഒന്നോ രണ്ടോ എന്റെ ജീവിതത്തിലെ പ്രവർത്തികളെ കുറിച്ചല്ല പറയുന്നത്, മൊത്തമായിട്ട്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം നൽകും. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കും. ഞാനത് അല്പം കൂടെ വിശദമാക്കാൻ മുൻപോട്ട് ചെല്ലുമ്പോൾ ഇതിന് 1, 2, 3 റെഫറൻസോടെ ഞാൻ തരണം. പ്രവൃത്തി എന്ന് വെച്ചാലാ, ന്യായവിധി പ്രവർത്തിയാലാണ്. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നോക്കിയാൽ, സദൃശവാക്യങ്ങൾ 24, നിങ്ങൾ അല്പം ശ്രദ്ധയോടെ ഉണ്ടെങ്കിലേ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലാണ് ഒന്നാമത്തെ റെഫറൻസ്. പ്രോവർബ്സ് 24:12. ഹോശയ്യാവിന്റെ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, 12-ന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയ്ക്ക് യഹൂദയോടും ഒരു വ്യാപാരമുണ്ട്. അവൻ യാക്കോബിനെ അവന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും, അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യിരെമ്യാവിന്റെ പ്രവചനം തന്നെ 32-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നീ 32-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഓരോരുത്തരും നടപ്പിനും ഒന്ന് രണ്ട് മത്തായിയുടെ സുവിശേഷം 16:27. മാത്യു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാത്യു ചാപ്റ്റർ 16:27. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. 2 കൊരിന്ത്യർ 5:10 വായിക്കണ്ട. 2 കൊരിന്ത്യർ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നവർക്ക് വേണ്ടി സെക്കൻഡ്. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്
നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. 2 Corinthians 5:10 ആണ് വായിച്ചത്. റെവലേഷൻസ് 2:23 വായിച്ചാല് 2:23 റെവലേഷൻ വായിക്കണ്ട 2:23 റെവലേഷൻസ് 2:23 റെവലേഷൻസ് 20:12 റെവലേഷൻസ് 22 22:12 20:12 22:12 ഇവിടെ എല്ലാം ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളത് മനുഷ്യന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറയുമ്പോൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കരുത് നമ്മൾ ചെയ്ത ഒന്നോ രണ്ടോ പ്രവൃത്തിയല്ല. ഒരു വ്യക്തിയെ നോക്കിയാൽ അവൻ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് അവന്റെ പ്രവൃത്തി നോക്കിയാൽ ഇതാ ഞാൻ പ്രവൃത്തി എന്ന് പറയും. മനസ്സിലായേ? മൊത്തം ആ ലൈഫ് എടുത്ത് നോക്കുമ്പോ ആ ലൈഫിലേക്ക് നോക്കുമ്പോ അവനറിയാം ഇവരെങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന്റെ ന്യായവിധി ഒരു പബ്ലിക് അഫെയർ ആണ്. അത് നമ്മുടെ പ്രവൃത്തികളുടെ, അതായത് നമുക്ക് കണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന വെരിഫയബിൾ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ന്യായം വിധിക്കുന്നത്. നമുക്ക് കണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാം വാക്യം ഒന്നിനെ വായിക്കാം. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. എന്നിട്ട് അപ്പോസ്തലൻ സെയിന്റ് പോൾ ഈ 6 വാക്യത്തിന്റെ ഒരു വിശദീകരണമാ 7, 8, 9, 10 വാക്യങ്ങളിൽ കാണുന്നത്. ഈ 6 വാക്യത്തിന്റെ ഒരു വിശദീകരണമാണ്. ദൈവം അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം കൊടുക്കുമെന്ന കാര്യം എങ്ങനെയാണ് എന്ന് അപ്പോസ്തലൻ ഒന്ന് വിവരിച്ചിരിക്കുക. അതിന്റെ 7, 8, 9, 10 വാക്യങ്ങളിൽ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 7, 8, 9. പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷരതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. 7-ാം വാക്യത്തിൽ നല്ല പ്രവർത്തിക്കു വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. ഇവിടെ ഈ 7 മുതൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2 അവസാനങ്ങൾ. ടു എൻഡ്സ്. എൻഡ് എന്ന് വെച്ചാൽ അവസാനം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ. നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2 അവസാനങ്ങൾ. ഈ 2 അവസാനങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ആ വാക്യം ഞാൻ ഒന്ന് വിശദീകരിക്കാം. 7-ാമത്തെ വാക്യം നോക്കിയേ. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. ഇതിനെ ഞാനൊന്ന് വിഭജിച്ചാല്, ഒന്നാമത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഹല്ലേലൂയ. പ്രവൃത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പ്രവൃത്തി എന്നുള്ളത് കൺസേൺസ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? വാട്ട് ഈസ് യുവർ ഗോൾ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് നിത്യതയിൽ കർത്താവിനോടൊത്തായിരിക്കണം എന്നുള്ളതാണോ, എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ ജീവിച്ചു പോയാൽ മതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ സമൃദ്ധിയിൽ സന്തോഷത്തിൽ എല്ലാം തികഞ്ഞവരായി ജീവിക്കണം എന്നുള്ളതാണ്? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? വാട്ട് ഈസ് ദ ടോട്ടൽ ഡ്രിഫ്റ്റ് ഓഫ് അവർ ലൈഫ്? വാട്ട് ഡു വി സീക്ക്? നാം എന്താ അന്വേഷിക്കുന്നത്? വാട്ട് ഡു വി സീക്ക്? അതാ നിങ്ങൾ അന്വേഷിക്കുന്നവർക്കല്ലേ, തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സീക്ക് ചെയ്യുന്നത് എന്താ? ഇതാ പ്രവൃത്തി എന്നതുകൊണ്ട് പോൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡു വി സീക്ക്? ഹല്ലേലൂയ. ആത്യന്തികമായിട്ട് where are we heading to? നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? വളരെ ദൈവത്തിന്റെ കൃപയാല്
കനിവ് തോന്നി. ആ മരണത്തിനും നിത്യമരണത്തിനും നരകത്തിനും യോഗ്യനായിരുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന എന്നെ കർത്താവ് വിസിറ്റ് ചെയ്തോണ്ടാ, കർത്താവിന്റെ കൃപ കൊണ്ടാ എന്നിൽ ഒരു ജീവൻ വന്നത്. അങ്ങനെ വിശ്വാസത്താൽ എന്റെ ചുവട് ഞാൻ വെച്ചു. ഇപ്പൊ ഞാൻ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. രണ്ടാമത്, എന്റെ ലക്ഷ്യം എന്താ? ഞാൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. എന്റെ ലക്ഷ്യം എന്താ? ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ അവസാനം എന്തായിരിക്കും? ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും പറഞ്ഞിരിക്കും. ഞാൻ രണ്ടും ഞാൻ വിശദീകരിക്കാം. ആ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ വാക്യം നിങ്ങളൊന്ന് ഒന്ന് 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 സ്റ്റഡി ചെയ്താൽ, ഒന്ന്, എന്റെ ലക്ഷ്യം എന്താ, ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ അവസാനം എന്തായിരിക്കും. അതാ 7-ാം വാക്യത്തിൽ പറയുന്നത്. എന്റെ ലക്ഷ്യം എന്താ, ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ അവസാനം എന്തായിരിക്കും. അത് തന്നെയാ 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും. 8-ാം വാക്യത്തിലും പറയുന്നത്, എന്റെ ലക്ഷ്യം എന്താ, ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ അവസാനം എന്തായിരിക്കും. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറയുക, ഒരു ജീവിതം ക്രിസ്തുയേശുവിൽ തുടങ്ങി, ക്രിസ്തുവിന്റെ കൂടെ നടന്ന്, കർത്താവിൽ വളർന്ന്, കർത്താവിൽ അവസാനിക്കുന്നു. അതെവിടെ ചെന്ന് ചേരും? നിത്യതയിൽ ചെന്ന് ചേരും. ഹല്ലേലൂയ. ഒരു ജീവിതം അങ്ങനെയാ. മറ്റൊരു ജീവിതമോ, അവന്റെ പ്രവൃത്തിയും അവന്റെ ലക്ഷ്യവും അവൻ അന്വേഷിക്കുന്നതും അവന്റെ ജീവിത രീതിയും എല്ലാം എന്താ 8-ാം വാക്യത്തിൽ പറയുന്നത്? ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇത് മറ്റൊരു എൻഡ്. ദിസ് ഈസ് അനദർ എൻഡ്. ഒരെന്റെ നിത്യത. ഒരു ജീവിതം തുടങ്ങി അവസാനിക്കുന്നത് നിത്യതയിലാണ്. മറ്റൊരു ജീവിതം തുടങ്ങി അവസാനിക്കുന്നത് ക്രോധവും കോപവും അതെവിടെയാ? നിത്യ നരകത്തിലാ. അപ്പൊ എന്റെ പ്രവൃത്തികളെ നോക്കിയാൽ അറിയാം ഞാൻ എങ്ങോട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്റെ പ്രവൃത്തികളെ നോക്കിയാൽ, എന്റെ ജീവിതത്തെ നോക്കിയാൽ അറിയാം വേർ ആം ഐ ഗോയിങ് ടു. ഒരു ജീവിതം ചെന്ന് ചേരുന്നത് നിത്യജീവനില്ല. നമ്മുടെ കർത്താവ് നിത്യജീവനെ കുറിച്ച് എങ്ങനെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത്? ഹൗ ഡസ് ജീസസ്? യോഹന്നാൻ 17:3 എന്നെ അയച്ച ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. എന്ന് വെച്ചാൽ ദൈവത്തെ അറിയുന്നതാ പ്രിയരേ നിത്യജീവൻ. എത്രയൊക്കെ പള്ളി പോയിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ ദൈവത്തെ അറിയാൻ പറ്റിയില്ലെങ്കിൽ നിത്യജീവനിലേക്കല്ല നമ്മൾ പോകുന്നത്. ഈ ദൈവത്തെ അറിയണമെങ്കിൽ ക്രിസ്തു എന്ന ഏകമാർഗമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പുത്രനിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിൽ എത്തുന്നില്ല. ഹല്ലേലൂയ. നിത്യജീവൻ എന്ന് വെച്ചാൽ എന്തെന്നർത്ഥം? ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുക. ഒരു പെരിഫറലായിട്ടുള്ള ഒരു ബാഹ്യമായ ഒരറിവല്ല. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഒരു അറിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ അധ്യായത്തിൽ ആ ദുഷ്ടന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അറിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ അറിവല്ല. ഇവിടെ ദൈവത്തെ അറിയുക എന്ന് വെച്ചാൽ ഒരു ഇന്റിമേറ്റ് നോളജ്, ഇന്റിമേറ്റ് അറിവ്, ഒരടുത്ത അറിവ്. ഹല്ലേലൂയ. ഇവിടെ 7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും
7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും 2 ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക, 2 അവസാനങ്ങളെ, 2 ends. ഈ 2 അവസാനത്തെയും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നാം എന്ത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. വാട്ട് ഡു വി സീക്ക്? നാം എന്ത് അന്വേഷിക്കുന്നു? നാം എന്ത് അന്വേഷിക്കുന്നു അത് നാം ചെയ്യും. ഞാൻ പ്രവൃത്തി മനസ്സിലായല്ലോ. എന്താണ്? നിന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും, നിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് നിന്നെ ന്യായം വിധിക്കും എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? നാം എന്ത് അന്വേഷിക്കുന്നോ അത് നാം നമ്മുടെ ജീവിതത്തിൽ നടത്തും. മത്തായി 6:32 എന്താ വായിക്കുന്നത്? മാത്യു ചാപ്റ്റർ 6:32. ഈ വക ജാതികൾ അന്വേഷിക്കുന്നു. 6:32. നീ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നില്ലയോ? സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുക, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? വാട്ട് ഡു യു സീക്ക്? നശിച്ചു പോകുന്ന ടെമ്പറൽ ആയിട്ടുള്ള മണ്ടേൻ, ഇന്ന് കിട്ടി നാളെ കൃമിയായി തീരുന്ന ഈ ലോകത്തിലെ കാര്യമാണോ അന്വേഷിക്കുന്നത്? ഹല്ലേലൂയ. അതോ നിത്യതയിൽ എന്റെ മണവാളന്റെ കൂടെ എനിക്ക് നിത്യതയോളം ജീവിക്കണം? ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പോ തന്നെ, എവിടെയാ എന്താണെന്നൊന്നും പറയുന്നില്ല, ഈ 1 വെച്ചാ 10 കിട്ടും, 10 വെച്ചാ 100 കിട്ടും, മുച്ചീട്ട് കളിയില്ലേ? വചനത്തെയും ദൈവവചനത്തെയും കർത്താവിനെയും ഒരു മുച്ചൂട്ട് കളിക്കാരന്റെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എങ്ങനെയെങ്കിലും ഇവിടെ ജീവിക്കണം. നമ്മളെന്ന് ശരിക്കും നോക്കിക്കോ, നമുക്ക് ഈ ലോകത്തിൽ സുഖത്തോടെ ജീവിക്കാൻ വേണ്ടിയാണോ കർത്താവ് കാൽവരിയിൽ രക്തം ചൊരിഞ്ഞത്? എന്റെ പ്രിയരെ, ആസ്കിങ് യു, ഈ ലോകത്തിൽ നമുക്ക് എല്ലാ സമൃദ്ധിയിലും ജീവിക്കാൻ വേണ്ടിയാണോ? അതിന് തന്റെ പുത്രനെ കാൽവരിയിൽ തകർക്കേണ്ട ആവശ്യമുണ്ടോ പ്രിയരെ? തന്റെ ഒറ്റ വാക്കിനാൽ സകലം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യം നടത്താനാണോ? പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? പാപം. നമുക്ക് ആർക്കും അതിന് പകരം കൊടുക്കാൻ പറ്റാത്തതിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമുക്ക് പകരക്കാരനായ കർത്താവ് വന്നത്. അതിനു വേണ്ടിയാ കർത്താവ് വന്നത്. അല്ലാതെ ഇന്ന് ലഭിച്ച് നാളെ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അണ്ടർസ്റ്റാൻഡ്? എനിക്കോ നിങ്ങൾക്കോ നിന്റെ സഹോദരൻ ശവക്കുഴി കാണാതെ വണ്ണം അവന് മറുവില കൊടുക്കാൻ കഴിയാതിരുന്നിടത്ത് നമുക്ക് വേണ്ടി പകരം മറുവിലയായതാ കർത്താവ്. അത് കുറഞ്ഞൊന്നിനല്ല. ദൈവം തന്റെ പുത്രനെ കാൽവരിയിൽ തകർക്കുമോ അങ്ങനെ? ഹല്ലേലൂയ. ഞാൻ അന്വേഷിക്കുന്നത് നിത്യജീവനാണോ അതോ ഈ ലോകത്തിലെ? എന്റെ പ്രിയരെ, ഈ ലോകത്തിൽ എന്ത് കിട്ടിയാൽ എന്താ? നിത്യതയില്ലെങ്കിൽ എന്നാ കാര്യം? ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അവിടെ തീർന്നു. നീ എന്താ അന്വേഷിക്കുന്നത്? നീ എന്താ സീക്ക് ചെയ്യുന്നത്? അതുപോലെ ആയിരിക്കും നിന്റെ പ്രവൃത്തി. മത്തായിയുടെ സുവിശേഷം 7:24 എന്താ വായിക്കുന്നത്? 7:24 നമ്മൾ വായിക്കുന്നില്ലേ? 7:24 ആകയാൽ ഈ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഇത് വേറൊരു കൂട്ടരും കേട്ട്, അടുത്ത വാക്യം വായിക്കേ, എന്ത് പറ്റി? ചെയ്തില്ല, പ്രവർത്തിയില്ല. ഒന്നാമത്തെ കൂട്ടർ കേട്ടു, അത് പ്രവർത്തിച്ചു. We need actions in our life, dear brothers and sisters. തീരുമാനങ്ങൾ വേണം.
വെറുതെ കേട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ടല്ല. കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, എനിക്ക് ആ കർത്താവിനോട് ചേരണം. ഞാൻ എന്ന് ആയിരിക്കുന്നതും എനിക്ക് ഞാൻ അനുഭവിക്കുന്നതെല്ലാം എന്റെ കർത്താവ് തന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് തന്ന വണ്ടിയും ജോലിയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ സ്വത്തും നമ്മുടെ ആരോഗ്യവും സകലതും കർത്താവിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. What do we give back? He doesn't need anything of yours but except you. കർത്താവിന് നമ്മളെ ആവശ്യം. റോമാലേഖനത്തിൽ പറയുക, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ പറയുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നിങ്ങൾ അത് ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ എന്ത് അന്വേഷിക്കുന്നു അത് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രവൃത്തി എപ്രകാരമുള്ളതാ? ഹല്ലേലൂയ. നമ്മള് ഇങ്ങനെ ഈ നമ്മുടെ ആത്മീയമായിട്ട് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി as a big brother, Jesus is our big brother to help us in our all needs, in our necessities. നമുക്ക് പൈസയ്ക്ക് ആവശ്യമെന്ന് പറഞ്ഞ കർത്താവിന്റെ അടുത്തേക്കുന്നു. നമുക്കൊരു ബുദ്ധിമുട്ട് വരട്ടെ, അന്നേരം അറിയാം നമ്മുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെ ഒച്ചയും ആത്മീയതയുടെ ഒക്കെ ആ ഒരു ഇന്റൻസിറ്റി ഒക്കെ ഭയങ്കര പീക്കിലായിരിക്കും. പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടി, പിന്നെ കാര്യം നടന്നല്ലോ. നീ അടുത്ത പ്രശ്നം വേണം സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്. ഹല്ലേലൂയ. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ഷാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ ഏവനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. നമ്മൾ എന്തന്വേഷിക്കുന്നു? തേജസ് അന്വേഷിക്കുന്നു. തേജസ് എന്ന് വെച്ചാൽ എന്ത് അർത്ഥം? ദൈവത്തെ അന്വേഷിക്കുന്നു. തേജസ്. ഹല്ലേലൂയ. ആർ വി സീക്കിംഗ് ഗോഡ്? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തില് ഞാൻ ദൈവത്തെയാണോ അന്വേഷിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം എനിക്ക് എങ്ങനെ കർത്താവിന്റെ കൂടെ നിത്യതയിൽ, ഹല്ലേലൂയ, നിത്യതയോളം ആയിരിക്കണമെന്നാണോ എന്റെ ആഗ്രഹം? ഹല്ലേലൂയ. അതോ ഈ ലോകത്തിൽ എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം എന്നുള്ളതാണോ? ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയരെ നമുക്കൊരു തീരുമാനം എടുക്കണം. എനിക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. എനിക്ക് എന്തായിരിക്കണം? ഹല്ലേലൂയ. എനിക്ക് കർത്താവിന്റെ കൂടെ നിത്യതയിൽ അവിടുത്തോടൊപ്പം വാസം ചെയ്യണം. തക്ക കാലത്ത് ഇത് സുപ്രസാദ കാലം, സുപ്രസാദ ദിവസം. നമ്മൾ എന്ന് തീരുമാനം എടുത്തോണം പ്രിയരെ, നാളേക്ക് മാറ്റി വെക്കരുത്. ഹൗ ഡു യു നോ ദാറ്റ് ടുമോറോ വിൽ ബി അലൈവ്? ഇന്ന് തീരുമാനിക്കണം, എനിക്ക് ഈ കർത്താവിന്റെ മണവാട്ടി സഭയോട് ചേരണം, കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാകണം. ഹല്ലേലൂയ. ഞാന് അല്ലെങ്കിൽ കർത്താവെ ദൈവവുമായിട്ടുള്ള ആ കോപത്തിന്റെ കീഴിലാണല്ലോ. എനിക്ക് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. എനിക്ക് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. എനിക്ക് കർത്താവിനോടുകൂടെ എന്നും നിത്യതയിൽ ജീവിക്കണം. ഹല്ലേലൂയ. ഒരു പാട്ട് പാടാം. ഹല്ലേലൂയ. Yeah.
ക്വസ്റ്റ്യൻസ് നിനക്ക് താങ്കൾ